ചിൽഡ്രൻ, അടുത്ത നമ്മൾ എക്സസൈസ് 8.1 ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. നമ്മളോട് ഷോ ദാറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട്, തെളിയിക്കാൻ. എന്താ തെളിയിക്കേണ്ടത്? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ, ആകെ പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ ഡയഗണൽസ് എങ്ങനെയാണ് തെളിയിക്കണം? ഈക്വലാണ് ഷോ ചെയ്യണം, ഷോ ദാറ്റ് ചെയ്യണം. ഡയഗണൽസ് ഈക്വലാണ്, അതായത് എ സി ഒരു ഡയഗണൽ, ബി ഡി ഒരു ഡയഗണൽ. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു ബി ഡി എന്ന് തെളിയിക്കണം. ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് തെളിയിക്കണം. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഓ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ഒ സീക്വൽ ടു ഒ സി, അല്ലെങ്കിൽ ബി ഒ സീക്വൽ ടു ഒ ഡി, അതും തെളിയിക്കണം. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ആ ബൈസെക്ട് ചെയ്യുന്നത് അറ്റ് റൈറ്റ് ആംഗിൾ ആണ് തെളിയിക്കണം. അറ്റ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഈ 4 ആംഗിളും 90 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിളിലാണ് ഈ 2 ഡയഗണലും ബൈസെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തെളിയിച്ചാൽ മതി, എ സി ബി ഡിയും പെർപെൻഡിക്കുലറാണ് തെളിയിച്ചാൽ മതി. ഈ 2 ഡയഗണലും പെർപെൻഡിക്കുലറായിട്ടാണ് ഇങ്ങനെ പോണതെങ്കിൽ ഈ 4 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 4 ആംഗിൾ റൈറ്റ് ആംഗിളാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ഗിവൺ ആയ കാര്യങ്ങൾ ഏതാണുള്ളത്? സ്ക്വയറാണെന്ന് അറിയാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ തെളിയിക്കുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? ഗിവൺ എന്താ ചെയ്യുക? നമ്മളൊരു സ്ക്വയർ സപ്പോസ് ചെയ്യാം. ലെറ്റ് എ ബി സി ഡി ബി എ സ്ക്വയർ. നമ്മളെടുത്ത സ്ക്വയർ എ ബി സി ഡി ആണെന്ന് പറയാം. എ ബി സി ഡി എന്ന് പറഞ്ഞ സ്ക്വയറാണ് നമ്മളെടുത്തിട്ടുള്ളത്. നമുക്കറിയാം സ്ക്വയറിന് എന്താ പ്രത്യേകത? സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണെന്നറിയാം. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് നമുക്ക് എഴുതി വയ്ക്കാം. അത് ഗിവൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. സ്ക്വയർ ആണ് എന്ന് പറഞ്ഞത്, ഈ എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് ഗിവണിൽ എഴുതുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ആദ്യത്തെ പ്രത്യേകതയാണ് എല്ലാ സൈഡും ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എ ബി സി ഡി ഒരു സ്ക്വയർ ആയതുകൊണ്ട് എ ബി സീക്വൽ ടു ബി സി സീക്വൽ ടു സി ഡി സീക്വൽ ടു ഡി എ. എ ബി സീക്വൽ ടു ബി സി സീക്വൽ ടു സി ഡി സീക്വൽ ടു ഡി എ, സ്ക്വയർ ആയതുകൊണ്ട്. പിന്നെ എന്താ അതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഈ ആംഗിൾസൊക്കെ, സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ സൈഡെല്ലാം ഈക്വലാണ്, അതുപോലെ ആംഗിളെല്ലാം ഈക്വലാന്ന് മാത്രമല്ല 90 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വലാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് 2 സ്ക്വയറിൻ്റെ പ്രത്യേകതയാണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി, അതിലെല്ലാം ഈക്വലുമാണ്. അത് എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ് എല്ലാ ആംഗിളുകളും. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? 2 ഡയഗണലുണ്ട്. 2 ഡയഗണലിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് വേണമെങ്കിൽ പറയാം. ഓൾസോ എ സി ആൻഡ് ബി ഡി ആർ ഡയഗണൽസ്. ഈ 2 ഡയഗണൽസും നമ്മളെവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത ഓയിൽ, ഇൻ്റർസെക്റ്റ് അറ്റ് ഓയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്ന് പറയാം. ഇത്രയാണ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത്. ഇത് സ്ക്വയറിൻ്റെ പ്രത്യേകതകളാണ്, അത് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇതിനെന്തൊക്കെയാണ് തെളിയിക്കേണ്ടത്? ഡയഗണൽസ് ഈക്വൽ ആണെന്ന് തെളിയിക്കണം, ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യണമെന്ന് തെളിയിക്കണം, അത് 2 ഡയഗണൽസും പെർപെൻഡിക്കുലർ ആണെന്ന്, അല്ലെങ്കിൽ 4 ആംഗിളും 90 ഡിഗ്രിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കാം. പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാമത് കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാണ്ട്. ഒന്നാമത് എന്താ തെളിയിക്കേണ്ടത്? എ സി സീക്വൽ ടു ബി ഡി. ഒന്നാമത് എ സി സീക്വൽ ടു ബി ഡി, അതായത് ഡയഗണൽസ് ഈക്വലാന്ന് തെളിയിക്കണം. രണ്ടാമത് എന്താ തെളിയിക്കേണ്ടത്? അത് ബൈസെക്ട് ഈച്ച് അതർ എന്ന് തെളിയിക്കണം. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഒ സീക്വൽ ടു സി ഒ, എ ഒയും സി ഒയും ഈക്വലാണ്. അതുപോലെ ഏതാ? ബി ഒയും ഡി ഒയും ഈക്വലാണ്. ബി ഒ സീക്വൽ ടു ഡി ഒ, ബി ഒയും ഡി ഒയും ഈക്വലാന്ന് തെളിയിക്കണം, ബൈസെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. മൂന്നാമത് എന്താ തെളിയിക്കേണ്ടത്? മൂന്നാമത് 3 കാര്യങ്ങൾ നമ്മളിതിൽ തെളിയിക്കണം. വലിയ ക്വസ്റ്റ്യൻ, കുറച്ച് നീളമുള്ള ക്വസ്റ്റ്യനാണത്. മൂന്നാമത് ഈ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ തെളിയിച്ചാൽ മതി. എ സി എന്ന് പറഞ്ഞ ഡയഗണൽ പെർപെൻഡിക്കുലർ ടു ബി ഡി. മൂന്നാമത് തെളിയിക്കേണ്ടത് എ സി എന്ന് പറഞ്ഞ ഡയഗണലും ബി ഡി എന്ന് പറഞ്ഞ ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്ന്, അതായത് അത് ബൈസെക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ 4 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി ഓരോന്ന് തെളിയിക്കാം. ഇനി നമ്മൾക്ക് ഒന്നാമത്തെ പ്രൂവ് ചെയ്യാം. ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? നമുക്ക് 2 ഡയഗണൽസും ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. 2 ഡയഗണൽസ് ഈക്വൽ ആണെന്ന് തെളിയിക്കാം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെ എടുക്കണം, നേരത്തെ ചെയ്തപോലെ തന്നെ 2 ട്രയാങ്കിൾ തന്നെ എടുക്കണത്. ഇതിൽ നിന്ന് 2 ട്രയാങ്കിൾ തന്നെ എടുത്തിട്ട് ആ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുകയാണ് ഇവിടെയും ചെയ്യണത്. അപ്പോൾ എടുക്കുന്ന ട്രയാങ്കിൾ ADC ഈ ട്രയാങ്കിൾ ADC എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളാണ് ഒരു ട്രയാങ്കിൾ എടുക്കുന്നത് ADC. പിന്നെ എടുക്കുന്ന ട്രയാങ്കിൾ BCD. അടുത്ത ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് അടുത്തെടുക്കുന്നത്. അത് ഇതാണ് ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കണം. അപ്പോൾ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളും BCD എന്ന് പറഞ്ഞ ട്രയാങ്കിളുമാണ് എടുക്കുന്നത് നമ്മൾ. ഈ 2 ട്രയാങ്കിളിൽ ഈ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളും BCD എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും ഈ സൈഡ് കോമൺ ആണ് 2 ട്രയാങ്കിളും. അപ്പോൾ DC = CD എന്ന് നമുക്ക് പറയാം. ഈ 2ൽ എഴുതുമ്പോൾ DC = CD. അതിൻ്റെ കാരണം അത് ഇത് കോമൺ സൈഡാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 ട്രയാങ്കിളിനും. അപ്പോൾ അത് കോമൺ അത് കോമൺ ആണ് അതിൻ്റെ കാരണം. പിന്നെ നമ്മൾ ഏതെടുക്കാം, ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ D എന്ന് പറഞ്ഞ ആംഗിൾ ഇത് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. D എന്ന് പറഞ്ഞ ആംഗിളും BCD എന്ന് പറഞ്ഞതിൻ്റെ ഈ ആംഗിളും ഇത് 90 ഡിഗ്രിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ കാര്യങ്ങളാണ്. അത് രണ്ടും 90 ഡിഗ്രിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും ഈക്വലും 90 ഡിഗ്രിയാണെന്ന് നമ്മൾ ഗിവണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ D = ആംഗിൾ C = എത്രയാണ് 90 ഡിഗ്രി എന്നുള്ളത് ഗിവൺ ആണ്. അതായത് അതൊരു സ്ക്വയർ ആയതുകൊണ്ട് ആ 2 ആംഗിൾ 90 ആണ്. അപ്പോൾ അത് ഗിവൺ കേസിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇനി ഏതാ 2 സൈഡ് AD എടുക്കുക, BC എടുക്കുക. ADD BCD പ്രത്യേകത എന്താ? ഏതാ നമ്മുടെ ട്രയാങ്കിൾ ADC. പിന്നെ ഏതാ ട്രയാങ്കിൾ BCD. AD = BC. അപ്പോൾ ഏതാ AD എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ്. BC എന്ന് പറഞ്ഞാൽ ഈ എടുത്തിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ് ആവാൻ കാരണം എന്താ? ഇത് രണ്ടും നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അത് നമ്മൾ സ്ക്വയർ ആയതുകൊണ്ട് അതും ഗിവൺ കാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ AD = BC എന്ന് പറയുന്നത് ഗിവൺ ആണ്. പിന്നെ നമുക്ക് അപ്പോൾ എന്തായി? 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളുമായി. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും മറ്റേ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിനോടും ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വലാണ്. അതായത് 2 സൈഡ് ഒരു ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഏത് പ്രകാരം? SAS കോൺഗ്രുവൻ്റ് പ്രകാരം, സൈഡ് ആംഗിൾ സൈഡ് കോൺഗ്രുവൻ്റ് പ്രകാരം. അപ്പോൾ നമുക്ക് എൻ്റെ എഴുതാം ട്രയാങ്കിൾ ADC congruent to triangle BCD. അതിൻ്റെ കാരണം എന്താ? SAS സൈഡ് ആംഗിൾ സൈഡ്. അത് പ്രകാരം ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ശരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ട്രയാങ്കിളിൻ്റെ ACക്ക് ഈക്വലായിട്ട് ഈ ട്രയാങ്കിളിൻ്റെ BD ഉണ്ട്. അല്ലെങ്കിൽ നോക്കിയേ, ഈ കോൺഗ്രുവൻസിൽ നോക്കിയിട്ട് ലെറ്റേഴ്സ് നോക്കിയാൽ മതി. ഈ AC അതിൻ്റെ പ്ലേസിൽ ഏതുള്ളത്? BD. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എങ്ങനെ എടുക്കാം? AC = BD എന്ന് പറയാം. AD CDയും പ്ലേസിലാണ് Bയും Dയും. AC = BD എന്ന് പറയാം. ഈ ACയും BD എന്താണ്? അതിൻ്റെ ഡയഗണൽസ് ആണ്. അപ്പോൾ BC അല്ല BD. ACയും BDയും ഡയഗണൽസ് ആണ്. BD എന്നാണല്ലോ. ACയും BDയും ഡയഗണൽസ് ആണ്. അപ്പോൾ AC = BD എന്ന് നമ്മൾ തെളിയിച്ചല്ലോ. നമ്മളോട് ആദ്യം തെളിയിക്കേണ്ടത് അതായിരുന്നു. ഡയഗണൽസ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മുടെ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. അപ്പോൾ അത് തെളിയിച്ചു. അപ്പോൾ നമുക്ക് എഴുതാം ഇംപ്ലൈസ് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇംപ്ലൈസ് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ എന്നുള്ളൂ. ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഇനി രണ്ടാമത്തെ എന്താ തെളിയിക്കാനുള്ളത് നോക്കാം.
അടുത്ത നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് AO = CO എന്നും BO = OD എന്നും നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നാണ് തെളിയിക്കുന്നത്. ഈ ട്രയാങ്കിൾ എടുക്കുന്നത് AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളും COD എന്ന് പറഞ്ഞ ട്രയാങ്കിളും. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും AOB, ഇതാണ് AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളും പിന്നെ ഏതാ COD എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾ AOB COD ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD, AOBയിലും COBയിലും അതിലത്തെ നമ്മൾ അത് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ചെയ്യാൻ പോണത്. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്? നമുക്ക് ഇതറിയാം. AB = CD. AB = CD. AB = CD ആയതെന്താ? ഇത് രണ്ടും സ്ക്വയറിൻ്റെ രണ്ട് സൈഡാണ്. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ABയും CDയും ഈക്വലാണ്. അത് ഗിവൺ ആണ്. AB = CD. AB = CD എന്നറിയാം നമുക്ക്. AB = CD എന്താണ്? ഗിവൺ ആണ്. ഗിവൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയറിൻ്റെ രണ്ട് സൈഡ് ആയതുകൊണ്ടാണ് അത് ഈക്വൽ. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ ABയും CDയും രണ്ട് പാരലൽ, ഇത് രണ്ടും ഈക്വലാണ്. അതേപോലെ തന്നെ ഇത് രണ്ടും പാരലലുമാണ്. ABയും CDയും പാരലലുമാണ്. AC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സലുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളിനെയും നമ്മൾ എന്താ പറയുക? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അതായത് ABയും CDയും പാരലൽ ലൈൻസും AC അതിനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലുമാണെങ്കിൽ ഈ രണ്ട് ആംഗിളിനെയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ BO അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം വേണമെങ്കിൽ 1, 2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AB പാരലൽ ടു CD, AB CDയും പാരലലാണ്. പിന്നെന്താ? ആൻഡ് ഏതാണ് ട്രാൻസ്വേഴ്സൽ? AC ആണ് ട്രാൻസ്വേഴ്സൽ. AC ഈസ് ദ ട്രാൻസ്വേഴ്സൽ. AB parallel to CD and AC is the transversal. Therefore angle 1 is equal to angle 2. Angle 1 ഉം angle 2 അതിൻ്റെ കാരണം എന്താ? alternate interior angle. Alternate interior angles. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിളും ഇതേപോലെ തന്നെയാണ്. ആംഗിൾ ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം, ഇതിനെ 4 എന്ന് കൊടുക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. AB പാരലൽ ടു CD ആൻഡ് BD ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 3ഉം ആംഗിൾ 4ഉം ഈക്വൽ. അതങ്ങനെ തന്നെ എഴുതാം. AB പാരലൽ ടു CD ആൻഡ് ഏതാ? BD ഈസ് ദ ട്രാൻസ്വേഴ്സൽ. BD ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അതിൻ്റെ കാരണം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ടാണ് ആംഗിൾ 3ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയത്. ഇപ്പോൾ നോക്കിയേ നിങ്ങൾ, ഈ ആംഗിളും ഈക്വലാണ്. ഈ ആംഗിളും ഈക്വലാണ്. ഈ രണ്ട് ആംഗിളിൻ്റെ ഇൻക്ലൂഡഡ് സൈഡാണ് AB. ഈ രണ്ട് ആംഗിളിൻ്റെ ഇൻക്ലൂഡഡ് സൈഡാണ് CD. അതും ഈക്വലാണ്. AB = CD എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡും ഈ രണ്ട് ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും മറ്റേ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനോടും ഇൻക്ലൂഡഡ് സൈഡിനോടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഏത് പ്രകാരം? ആംഗിൾ സൈഡ് ആംഗിൾ, അതായത് ASA കോൺഗ്രുവൻ്റ് പ്രകാരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ, നമ്മളെടുത്ത ട്രയാങ്കിൾ AOB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ COD. അപ്പോൾ അതിൻ്റെ കാരണം ആംഗിൾ സൈഡ് ആംഗിൾ കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ ASA പ്രകാരം.
ASA പ്രകാരം ഇപ്പം നമ്മൾ എന്ത് തെളിയിച്ചു? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചു. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകളും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് സൈഡ്സ് എടുക്കാം. BOയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതുള്ളത്? OD അല്ല, BO അല്ലെങ്കിൽ DO അല്ലെങ്കിൽ OB എന്ന് എടുത്താലും മതി. അപ്പോൾ therefore OB ഈസ് ഈക്വൽ ടു OD. OBക്ക് കറസ്പോണ്ടിങ് OD. പിന്നെ ഏതാണത്? ആൻഡ് OB OD. അതുപോലെ OA OC. OA ഈക്വൽ ടു OC. OB ഈക്വൽ ടു OD. OA ഈക്വൽ ടു OC. അത് ഈ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയ ഈ പാർട്സിനും ഈ ട്രയാങ്കിളിൻ്റെ ഈ പാർട്ട്, ഈ ട്രയാങ്കിളിൻ്റെ ഈ പാർട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാർട്സ്, അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ CPCT എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കറസ്പോണ്ടിങ് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ആയതുകൊണ്ടാണ് OB ഈക്വൽ ടു OD എന്നും OA ഈക്വൽ ടു OC എന്നും എഴുതിയത്. OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD എന്ന് എഴുതിയത്. അപ്പം നമ്മൾക്ക് എന്ത് തെളിഞ്ഞു? ഇപ്പോൾ ഇതും ഈക്വലാന്ന് തെളിഞ്ഞു, ഇത് രണ്ടും ഈക്വലാന്ന് തെളിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്താ? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് തെളിഞ്ഞു. therefore diagonals bisect each other. This implies ഇതാണ് ആൻസർ. ഇത് ഇംപ്ലൈ എന്താ ചെയ്യുന്നത്? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് തെളിയിച്ചു. അപ്പോൾ അതെല്ലാം രണ്ടാമത് നമുക്ക് തെളിയിക്കേണ്ടായിരുന്നു. ഡയഗണൽസ് ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ. ഇനി എന്താ തെളിയിക്കേണ്ടത്? അറ്റ് റൈറ്റ്, ബൈസെക്ട് ചെയ്യുന്നത് അറ്റ് റൈറ്റ് ആംഗിളിലാണ് തെളിയിക്കണം. അതായത് ഈ രണ്ട് ഡയഗണൽസും പെർപെൻഡിക്കുലർ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതല്ലേ നമുക്ക് മൂന്നാമത് തെളിയിക്കാനുള്ളത്. അത് നമുക്ക് തെളിയിക്കാം. ഇനി മൂന്നാമത്തെ പ്രൂഫ് നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ പ്രൂഫിൽ നമുക്ക് ചെയ്യേണ്ടത് ഡയഗണൽസ് ബൈസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾ എന്നാണ്. ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തെളിയിച്ചു. ഇത് റൈറ്റ് ആംഗിളിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് 90 ഡിഗ്രിയാണ് തെളിയിക്കേണ്ടത്. ഇത് 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഏതെടുക്കണം? ഈ ട്രയാങ്കിൾ അതും ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് അത് കോൺഗ്രുവൻ്റ് ആണെന്ന് തന്നെയാണ് നമ്മൾ തെളിയിക്കുന്നത്. ഈ ട്രയാങ്കിൾ AOD ആൻഡ് ഇൻ ട്രയാങ്കിൾ AOD CD ABCD in triangle AOD and triangle AOB and triangle AOB. triangle AOD AOB അതായത് AOD എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ AOD, ഈ ട്രയാങ്കിളും പിന്നെ അതെടുക്കുന്നത് AOB, ഈ ട്രയാങ്കിൾ AOB AOD ആണ് എടുക്കണം. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്തൊക്കെയാണ്? AODയും AOBയും. AOB അത് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളത്? ഒന്നാമതുള്ളത് ഇതാണ്, AB ഈക്വൽ ടു AD. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം AD ഈക്വൽ ടു AB. അത് ഗിവൺ ആണ്, ഗിവൺ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അത് സ്ക്വയർ ആണ്, അതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. പിന്നെന്താ നമുക്ക് അതിൽ തെളിയിക്കാൻ അറിയണത്? വേറൊരു കാര്യം അറിയണത് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ AO എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. അപ്പോൾ അത് എഴുതാം AO ഈസ് ഈക്വൽ ടു AO. അത് കോമൺ സൈഡാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വലാന്ന് അറിയാം. AO ഈസ് ഈക്വൽ ടു AO. അത് രണ്ട് ട്രയാങ്കിളിൻ്റെ കോമൺ ആണെന്നറിയാം. ഇനി നമുക്ക് എന്താ അറിയാം? നമുക്കറിയാം BO അല്ലെങ്കിൽ OB ഈസ് ഈക്വൽ ടു OD. എന്താ കാരണം? OB ഈസ് ഈക്വൽ ടു OD. അതിപ്പോൾ തന്നെ നമ്മൾ തെളിയിച്ചല്ലേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ OBയും ഈക്വൽ ആണെന്ന് നമ്മളിപ്പോൾ സെക്കൻഡ് പ്രൂഫിൽ തെളിയിച്ചതാണ്. OB ഈസ് ഈക്വൽ ടു OD. അതിൻ്റെ കാരണം എന്താ എഴുതാം? വി ഹാവ് പ്രൂവ്ഡ് എന്ന് എഴുതാം. അത് നമ്മൾ തെളിയിച്ചതാണ്, നമ്മളിപ്പോൾ തെളിയിച്ചു. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ സൈഡും പിന്നെ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ സൈഡും ഈക്വലാണ്, ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഇത് കോമൺ ആണ്. അപ്പോൾ മൂന്ന് സൈഡുകളും കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിനോട് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഏത് പ്രകാരം? SSS കോൺഗ്രുവൻ്റ് പ്രകാരം. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ AOD congruent to triangle AOB
അതിൻ്റെ കാരണം എന്താ? SSS ക്രൈറ്റീരിയ, 3 സൈഡുകൾ ഈക്വലായ ക്രൈറ്റീരിയയുടെ. ഇനി നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചു. ഇനി നമുക്ക് എന്ത് വേണേലും തെളിയിക്കുക. 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 3 ആംഗിളും ഈക്വലാന്ന് വേണമെങ്കിൽ എടുക്കാം. സൈഡ് പിന്നെ ഈക്വലാന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം നമുക്ക് ആംഗിൾ എടുക്കാം. ഈ AOD എന്ന് പറഞ്ഞ ആംഗിളും AOB എന്ന് പറഞ്ഞ ആംഗിളും ഈ ആംഗിളും ഈക്വലാന്ന് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഈ 2 ആംഗിൾ ഈക്വലാന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പം ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ AOB. ഇതേപോലെ തന്നെയല്ലേ എടുത്തിട്ടുള്ള ആംഗിൾ AOD AOB. AOD എന്ന് പറഞ്ഞാൽ ഈ ആംഗിള്, AOB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ഈ 2 ആംഗിളും ഈക്വലാണ്. അതിൻ്റെ കാരണം CPCT, അതായത് ഇത് 2 കറസ്പോണ്ടിങ് ട്രയാങ്കിൾ ഇത് 2 കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇത് 2 കറസ്പോണ്ടിങ് പാർട്സായി ഈക്വലായി മാറിയത്. അതിൻ്റെ കാരണം CPCT. അപ്പോൾ ഈ ആംഗിളും ഈക്വലാന്നേ നമ്മളിപ്പോൾ തെളിയിച്ചു. ഒരു കാര്യം കൂടി തെളിയിക്കേണ്ടത് നമുക്ക് തെളിയിക്കാനുള്ളത് ഈക്വലാന്നല്ല, ഈ 2 ഡയഗണലും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. അതായത് ഈ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. ഇത് 2 ഈക്വലാണെന്ന് നമ്മൾ തെളിയിച്ചു. പക്ഷെ അത് പോരാ, പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. അതിന് ഇനി എന്താ ചെയ്യാം? നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഓൾസോ നമുക്കറിയാം ഇത് BD എന്ന് പറയുന്ന ഒരു ലൈനാണ്. അതായത് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ 2 ആംഗിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ആംഗിളും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിലുള്ള 2 ആംഗിൾസിൻ്റെ സമ്മ് സപ്ലിമെൻ്ററി ആയിരിക്കും. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 180 ആണ്. അതായത് ഇങ്ങനെ ഒരു ലൈനിനെ വേറൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 ആംഗിൾസ്, ഈ കോമൺ വെർട്ടെക്സിൽ ഉണ്ടാകുന്ന 2 ആംഗിൾ, ഈ 2 ആംഗിളിൻ്റെയും കൂടി സമ്മ് എത്രയായിരിക്കും? 180 ആയിരിക്കും. അതായത് അതൊരു നിയമം നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ BD എന്ന് പറഞ്ഞ ലൈനിലെ OA എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ, BDനെ OA ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന 2 ആംഗിളുകളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് എത്രയായിരിക്കും? 180 ആയിരിക്കും. അതിനെ നമ്മൾ പറയുക ലീനിയർ പെയർ. ഈ 2 ആംഗിളിനെ നമ്മൾ എന്താ പറയുക? ലീനിയർ പെയർ 180 ആയിരിക്കും. ഇത് രണ്ടും കൂടി സമ്മ് 180 ആയിരിക്കും എന്ന് പറഞ്ഞാൽ റീസൺ അതാണ്, ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾസോ ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ AODയും AOBയും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. എൻ്റെ കാരണം ലീനിയർ പെയർ. ഇത് നമുക്ക് വേണമെങ്കിൽ 1, 2 എന്ന് എടുത്തിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ആംഗിൾ AOD AOBയും കൂടി 180 ആണ്. ഇനി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOD ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ കാരണം എന്താ? നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട് AOD ഈക്വൽ ടു AOB എന്ന് പറഞ്ഞാൽ. അപ്പോൾ AOBക്ക് പകരം നമ്മൾ AOD ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ AOBക്ക് പകരം നമുക്ക് AOD എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഈ AOBക്ക് പകരം AOD എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. ഫ്രം 1, ഇക്വേഷൻ നമ്പർ 1 എന്നാണ് നമ്മളിങ്ങനെ കൊടുക്കാൻ കാരണം. അപ്പോൾ ഇത് AOD ആയി. അപ്പോൾ 2 ആംഗിൾ AOD കൂടി ആഡ് ചെയ്താൽ 2 AOD 180. അപ്പോൾ ആംഗിൾ AOD ഈസ് ഈക്വൽ ടു 180/2. ഈ 2 ഇങ്ങോട്ട് വന്നാൽ 180/2 ആവും. അപ്പോൾ 90 എന്ന് കിട്ടി. 90 ഡിഗ്രി. AOD എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? AOD. ഈ ആംഗിൾ 90 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് AOD 90 ആണെങ്കിൽ ഏതും 90 ആണ്. AOB 90 ആണ്. ഈ ആംഗിളും 90 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇത് രണ്ടും 90 ആണെങ്കിൽ ഈ AO എന്ന് പറയുന്നത് BOക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ അല്ലേ? അതായത് BD AC പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ആയാലല്ലേ ഈ 2 ആംഗിളും, ഈ BDയും ACയും പെർപെൻഡിക്കുലർ ആയാലല്ലേ ഈ 2 ആംഗിളും 90 ആവുള്ളൂ. ഈ 2 ആംഗിളും മാത്രമല്ല 4 ആംഗിളും. ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90, എല്ലാം 90 ആണ്. അപ്പോൾ ആംഗിൾ AOD ഈസ് ഈക്വൽ ടു 90. ഈക്വൽ ടു ഏതാണ്? AOB ആണ്. അപ്പോൾ AOB 90 ആയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ അർത്ഥം എന്താണ്?
ഇംപ്ലൈസ് അതിൻ്റെ ഇംപ്ലൈസ് എന്താണ്? ഡയഗണൽസ് bisect each other at right angle. At right angle. Diagonals bisect ചെയ്യുന്നത് എങ്ങനെയാണ്? റൈറ്റ് ആംഗിളിലാണ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. രണ്ട് ആംഗിളും 90 ഡിഗ്രി കിട്ടി. ആംഗിൾ AOD 90 ആണ്. അത് തന്നെയാണ് AOD ഈക്വൽ ടു AOB. അപ്പോൾ രണ്ട് 90 ആണ്. അപ്പോൾ അത് ഇംപ്ലൈസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ തെളിച്ചു? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ എന്ന് നമ്മൾ മൂന്നെണ്ണവും തെളിയിച്ചു. അപ്പോൾ ഇത് ഇത്തിരി കൂടുതൽ ഇങ്ങനെ ലെങ്തി ആയിട്ട് തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ എഴുതി പഠിച്ചാൽ, നന്നായിട്ട് എഴുതി പഠിക്കണം. എല്ലാത്തിനും രണ്ട് ട്രയാങ്കിൾസ്, ഏത് രണ്ട് ട്രയാങ്കിൾസ് എടുക്കട്ടെ എന്ന് മനസ്സിലാവണം. ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചിട്ട് നമ്മൾ CPCT എഴുതുകയാണ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആണെങ്കിലും ഈസിയൊക്കെ തന്നെയാണ്. എഴുതി പഠിക്കണം തിയറംസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.